കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ വീണ്ടും നിങ്ങളോട് അറിയിക്കുകയാകുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഔറംഗാബാദിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് വിവരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഔറംഗാബാദിൽ നിന്നും ദൈവം എങ്ങനെയാണ് അടുത്ത സ്ഥലത്തേക്ക് എന്നെ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ അയച്ചത് എന്നുള്ളത് വിവരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇന്നത്തെ നിലവാരത്തിൽ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ വളരെയധികം ഒരു ആദായമാർഗം എന്നവണ്ണം സുവിശേഷ വേലയിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ, സുവിശേഷത്തിൻ്റെ ആരംഭങ്ങൾ എങ്ങനെയാണ് എന്ന് ആർക്കും തന്നെ അറിയുകയില്ല. ആരും അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുമില്ല. എന്നാൽ അതിൻ്റെ ചില ഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുവാനും സഭകൾ ഉണ്ടാക്കുവാനും സ്ഥാപിക്കുവാനുമുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കിയതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ ഔറംഗാബാദിലായിരുന്ന സമയമാണ് എനിക്ക് വീണ്ടും തിയോളജിക്കൽ സ്റ്റഡി ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ടായിട്ട് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പോകുവാനിടയായി തീർന്നത്. ഗ്രേസ് ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്ക് ഒരു ലെറ്റർ വന്നു. പാസ്റ്റർ പി ഡി ജോൺസൺ എഴുതിയതാണ്. അദ്ദേഹം ഫരീദാബാദ് എന്ന സ്ഥലത്ത് ഏതോ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ ഗ്രേസ് ബൈബിൾ കോളേജിലുള്ള ആരോ സ്റ്റുഡൻറ്റിനെ കണ്ടുമുട്ടി. അവിടെ വെച്ച് അദ്ദേഹം ചോദിച്ചു, AGയുടെ ബൈബിൾ കോളേജിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ അവരെൻ്റെ പേര് പറഞ്ഞത് മുഖാന്തരം അദ്ദേഹം എനിക്ക് അവിടേക്കൊരു ലെറ്റർ അയച്ചു. ഒരു സ്ഥലത്ത്, ഡൽഹിയുടെ ബോർഡർ സ്ഥലത്ത്, അവിടെ ഒരു കർത്താവിൻ്റെ വേല തുടങ്ങുവാനായിട്ടുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സ്ഥലത്ത് പോയി പ്രവർത്തിക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് സഹോദരന് വീക്കെൻഡ് തോറും അവിടെ പോകുവാൻ കഴിയുമോ, പോകണം എന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കത്തിലുണ്ടായിരുന്ന വിവരങ്ങൾ. ഞാനതിനു വേണ്ടി താല്പര്യപ്പെട്ടില്ല. ഞാൻ തൽക്കാലം ഇവിടെ പഠിക്കുവാൻ വന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ വീക്കെൻഡ് തോറും പോകുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം എന്നറിയിച്ചു. എന്നാൽ ഗ്രേസ് ബൈബിൾ കോളേജിലെ പഠനത്തിന് ശേഷം എൻ്റെ താല്പര്യം വീണ്ടും മഹാരാഷ്ട്രയിലേക്ക് തന്നെ, മറാഠിവാഡ ഏരിയയിലേക്ക് തന്നെ പോകണമെന്നുള്ളതായിരുന്നു. എന്നാൽ വളരെയധികം പ്രതിബന്ധം അതിനുവേണ്ടി നേരിടേണ്ടതായിട്ട് വന്നു. ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് മഹാരാഷ്ട്രയിലെത്തി. ഞാൻ ജാൽനയിലായിരുന്ന സമയം എനിക്ക് ഇതുപോലെ തന്നെ ഒരു ലെറ്റർ ഫരീദാബാദിലുള്ള ഒരു AGയുടെ ഒരു പാസ്റ്ററാണ്, അദ്ദേഹം അവിടുത്തെ പ്രസ്ബിറ്ററുമാണ്. അന്ന് ഡൽഹിയിൽ ആകമാനം 1-2 ചർച്ചുകൾ മാത്രമേ ഉള്ളൂ, കൂടിവരവുകൾ. അദ്ദേഹം എനിക്ക് ലെറ്റർ എഴുതി, ഈ ഒരു സ്ഥലത്തെ ഒരു പ്രവർത്തനം ചെയ്യുവാനായിട്ട് താല്പര്യമെങ്കിൽ വന്ന് പ്രവർത്തിക്കണം, അവിടെ നമുക്ക് കുറേ ആളുകളുണ്ട് എന്നൊക്കെയാണ് എഴുതിയിരുന്നത്. എന്തായിരുന്നാലും വിവരം അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഞാനതനുസരിച്ച് അദ്ദേഹത്തെ വിവരം അറിയിച്ചു. ദൈവത്തോടെ പ്രാർത്ഥിച്ച ശേഷം ദൈവം എന്നെ അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ കടന്നു വരാമെന്ന് പറഞ്ഞു. എന്നാൽ വരുന്നതിന് എനിക്ക് താല്പര്യമുണ്ടെങ്കിലും എനിക്ക് വരുവാനായിട്ട് എൻ്റെ കൈവശം പൈസയില്ല. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അതുകൊണ്ട് വരുവാൻ തടസ്സമുണ്ട് എന്നുള്ള വിവരം കാണിച്ച് ഞാൻ ലെറ്റർ എഴുതി. അദ്ദേഹം എനിക്ക് ഉടൻ തന്നെ റിപ്ലൈ അയച്ചു. എവിടെ നിന്നെങ്കിലും പൈസ അറേഞ്ച്മെൻറ്റ് ചെയ്ത് സഹോദരൻ വാ, നമുക്കത് മടക്കി കൊടുക്കാം, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് പെർമിഷൻ തന്നു പോകുവാനായിട്ട്. അങ്ങനെ വിശ്വാസത്താൽ പോകണം എന്നുള്ള ഒരു തീരുമാനമായപ്പോൾ പൈസ ആരോടും ഞാൻ കടം ചോദിക്കുന്നില്ല. ദൈവം എങ്ങനെയാണ് ഈ സ്ഥലത്ത് നിന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ചു. ഞാൻ അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ഞാൻ യാത്ര ചെയ്ത് മൻമാഡ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മൻമാഡ് എന്ന് പറയുന്ന സ്ഥലം വരെ പോകുവാനുള്ള ടിക്കറ്റിൻ്റെ പൈസ ഉണ്ടായിരുന്നു. മൻമാഡിൽ ചെന്ന് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് വീണ്ടും ഫരീദാബാദിനുള്ള ട്രെയിൻ കയറണം. ഞാൻ അവിടെ നിന്ന്
അവിടെ വെച്ച് എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തയാണ്, മന്മാടിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചിട്ട് ഞാൻ ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്യാമെന്നായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിലെ ഓർമ്മ വന്നത്, മന്മാടിൽ മുമ്പ് ഒരിക്കൽ ഞാൻ സുവിശേഷ പ്രവർത്തനം ചെയ്തതാണ്. അവിടെ ഒരു TTR ഒരു വിശ്വാസിയെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാൽ അല്പം പൈസ കടം വാങ്ങിച്ചുകൊണ്ട് എനിക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഡ്യൂട്ടിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഇവിടെ വെയിറ്റ് ചെയ്യേ, ഉച്ച കഴിയുമ്പോൾ ഡ്യൂട്ടിയിൽ നിന്ന് മടങ്ങി വരും, അപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയും. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും സഹായിക്കുവാനോ കടമെടുക്കുവാൻ പോലും ഇല്ല എന്ന്. ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്തു. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അദ്ദേഹത്തിന് സഹായിക്കുവാൻ മനസ്സുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈവശമില്ല. ഇനി അടുത്ത പേയ്മെൻറ്റ് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അതെന്നെ കൊണ്ട് ഒക്കുന്ന കാര്യവുമല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദേവലാലി എന്ന് പറയുന്ന സ്ഥലത്ത് ചില ഞായറാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ ഒരു സുവിശേഷകൻ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇങ്ങനെ ഞങ്ങൾ 5-6 പേര് കൂടാറുണ്ട്. എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ആഴ്ചകളിൽ ഞാൻ പോകാറുണ്ട് കുടുംബമായിട്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ബ്രദറിനെ അവിടേക്ക് വിടാം, അദ്ദേഹം പൈസ കടമായിട്ട് തരും, ഞാനൊരു ലെറ്ററും തന്ന് വിടാമെന്ന് പറഞ്ഞു. എന്നെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് TTRനോട് സംസാരിച്ചു. ഈ വ്യക്തിയെ ദേവലാലിയിൽ ഇറക്കണമെന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുക്കാതെ തന്നെ എന്നെ TTRനെ പറഞ്ഞേൽപ്പിച്ചാണ് വിട്ടത്. ഞാൻ ദേവലാലിൽ ഇറങ്ങി അഡ്രസ്സും പ്രകാരം ഞാൻ ചെന്ന് കയറി. ഒരു ബാച്ചലറായ സുവിശേഷകന് അവിടെ ഒരു റൂമിൽ പാർക്കുന്നു. അദ്ദേഹത്തോട് ഈ ലെറ്ററും കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയുണ്ട്, തരുവാൻ അദ്ദേഹത്തിന് പേടിയാണ്. കാരണം മടക്കി തന്നില്ലേലോ, ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്ന വ്യക്തിയാണ്. തന്നെയുമല്ല ഈ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോവുകയാണ്, മടക്കി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഞാൻ 200 രൂപയാണ് ആവശ്യപ്പെട്ടത്. അന്നത്തെ 200 രൂപയ്ക്ക് ഇന്നത്തെ 2000 രൂപയുടെ വിലയുണ്ട്. എന്നാൽ തന്നെ അദ്ദേഹത്തിന് തരുവാനുള്ള ഒരു പേടി. ഞാൻ പലതും പറഞ്ഞു നോക്കി, വിശ്വസ്തമായ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് കാര്യം പറഞ്ഞു നോക്കിയിട്ടും അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അദ്ദേഹം പറഞ്ഞു, പൈസയുണ്ട്, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി പരിചയമുള്ള ആരെങ്കിലും ഗ്യാരണ്ടി തന്നാൽ ഞാൻ പോകാമെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ തന്നെ പറഞ്ഞു, ഇവിടെ നാസിക്കിൽ, അദ്ദേഹം എന്നോട് ചോദിച്ചു, നാസിക്കിലൊരു ഏജിയുടെ ഒരു പാസ്റ്ററുണ്ട്, അദ്ദേഹത്തെ പരിചയമുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ സീനിയറായി ബഥേൽ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ നാസിക്കിൽ ചെന്നു. ആ ദൈവദാസനെ കണ്ടു. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, ചാക്കോ ഇവിടെ നിൽക്ക്, ഞാനും എൻ്റെ വൈഫും കൂടെ നാട്ടിൽ പോവുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഷിഫ്റ്റായി പോവുകയാണ്. കാരണം എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയാണ്. ഞങ്ങൾ തിരിച്ചു വരാനുള്ള താല്പര്യവുമില്ല. അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുവാൻ ആളില്ല. 1-2 കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെച്ചാണ് സൺഡേയിൽ ആരാധന നടക്കുന്നത്. ഇതും ഒരു പുതിയ പട്ടണമാണ്. ഇവിടെയും സുവിശേഷം അങ്ങനെ പ്രചരിപ്പിച്ച് പൂർണ്ണമായിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് 1-2 വർഷം ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് പ്രവർത്തിക്ക് താല്പര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴും എൻ്റെ ഹൃദയം പറഞ്ഞു, ദൈവം എന്നോട് പോകുവാൻ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ പോകേണ്ടത്. യാത്രയുടെ പ്രതിസന്ധിയോ സാമ്പത്തിക പ്രതിസന്ധിയോ വന്നാൽ ദൈവം തന്നെ അത് എനിക്ക് സൊല്യൂഷൻ കണ്ടെത്തി തരും എന്നുള്ള ഉറപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പാസ്റ്റർ എനിക്ക് 200 രൂപ കടം തരും, പക്ഷേ എനിക്ക് വേണ്ടി ഗ്യാരണ്ടി ആയിട്ട് ഈ പൈസ തിരിച്ചു കിട്ടും എന്ന് ഒരു ഉറപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ദേവദാസൻ എനിക്ക് തരികയുള്ളൂ. ആ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ 2 ഇവിടെ വന്നത്. അപ്പോൾ അദ്ദേഹം നാസിക്കിലെ ആ ദേവദാസൻ പറഞ്ഞു, ഓക്കെ, കൊടുത്തേര്, എനിക്ക് നല്ലവണ്ണം അറിയാവുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് പൈസ തിരിച്ചു തരും, എനിക്ക് ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവിടെ നിന്നും യാത്രയായി ഫരീദാബാദിലേക്ക് ഞാൻ ട്രെയിൻ കയറി. ഫരീദാബാദിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടെ എന്നെ വിളിച്ച ദൈവദാസൻ ചിക്കൻ പോക്സ് ആയി കിടക്കുകയാണ്. അദ്ദേഹത്തിന് എന്നെ ആ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകുവാനോ മറ്റൊന്നും തന്നെ സാധിക്കുകയില്ല.
എന്ന് എന്നോട് പറഞ്ഞു. അല്ല എങ്കിൽ കൂടെ വരാമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഒരു 10-60 കിലോമീറ്റർ ദൂരമാണത്. അത് രാജസ്ഥാൻ്റെയും ഹരിയാനയുടെയും ബോർഡർ സ്ഥലമാണ്, ഡൽഹിയോട് അടുത്ത് കിടക്കുന്നു. അപ്പോൾ അത് വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ധാരാളം ആളുകൾ പുറത്തുനിന്ന് അവിടെ വരുവാനായിട്ട് തുടങ്ങും. ഇപ്പോൾ അവിടെ 2 സഹോദരന്മാരുണ്ട്, ബാച്ചിലേഴ്സ്, മലയാളികളാണ്. അവർ വിശ്വാസികളാണ്. അവരവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവരോടുള്ള ബന്ധത്തിലാണ് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞ് എനിക്ക് അഡ്രസ്സും തന്നു. ആ സഹോദരന്മാരുടെ കമ്പനി അഡ്രസ്സാണ്. ഞാൻ അവിടെ നിന്ന് യാത്രയായി. ഞാൻ അദ്ദേഹത്തോട്, ഈ ദേവദാസനോട് കാര്യം പറഞ്ഞു. 200 രൂപ കടം വാങ്ങിയിട്ടാണ് വന്നത്, അതെനിക്ക് തിരിച്ചയക്കണം, അതുകൊണ്ട് ആ പൈസ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സുഖമാകട്ടെ, നമുക്ക് എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന്. ഞാൻ PD ജോൺസനും എഴുതി കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ വാക്കുകളനുസരിച്ച് ഞാൻ യാത്രയായി. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൻ്റെ ഉറപ്പേ ഉള്ളൂ, 200 രൂപ മടക്കി തരുമെന്ന്. ഞാൻ ഭിവാടിയിൽ വന്ന് ബസ്സിന് ഇറങ്ങി. സോണ എന്ന് പറയുന്ന സ്ഥലം വരെ യാത്ര ചെയ്ത് ഒരു ബസ്സിന് വരണം. അവിടെ നിന്ന് അടുത്ത ഒരു ബസ് രേവാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഡൽഹിയിൽ നിന്നും വരുന്നതാണ്, അതിന് കയറി വേണം ഈ ഭിവാടിയിൽ വന്നിറങ്ങേണ്ടത്. ദൈവകൃപയാൽ ഞാൻ ഈ ഭിവാടിയിൽ വന്നിറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ ഒരു മരുഭൂമി, റോഡുകളൊക്കെ ഇങ്ങനെ 4 സൈഡിലോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനെ പോലും കാണാനില്ല, ഒരു കടകൾ പോലുമില്ല. ഞാൻ ഭിവാടി എന്ന് പറഞ്ഞ് ആ ജംഗ്ഷനിൽ അവരെന്നെ ഇറക്കി വിട്ടു. ഞാൻ എൻ്റെ കയ്യിലുള്ള പെട്ടിയും സാധനങ്ങളുമായിട്ട് അവിടെ നിന്നു. ഒരു ചെറിയ പാൻ കട അവിടെ പുല്ലുകൊണ്ടുണ്ടാക്കിയത് ആ സൈഡിലുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ എൻ്റെ പെട്ടി സാധനങ്ങളും വെച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അഡ്രസ്സ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അങ്ങേർക്ക് അറിയയില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയും റോഡിൽ കൂടെ നടന്നു നോക്കി. ആരെയും, ഒരു മനുഷ്യനെ കാണാനില്ല. എവിടെ ചെന്ന് തപ്പും? എങ്ങനെയാണ് ഈ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്? ഫോണൊന്നുമില്ല, ആ സമയത്ത് അങ്ങനെ ഫോണുള്ള കാലമല്ല. ഞാൻ വളരെയധികം വിഷമിച്ചു. ഞാനിവിടെ വന്ന് ഇറങ്ങി, ആരെയും കാണുന്നുമില്ല. എന്താണ് ഇനിയും ചെയ്യേണ്ടത്?